ഹായ് മക്കളെ, സ്കൂളിൽ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ സീക്വൻസ് എന്താണെന്നും അതിൽ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തില്ലേ? അപ്പോഴാ 2 പാർട്ട് കാണാത്തവരൊന്നും കാണണേ, എങ്കിലേ ഇനിയുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചാലോ? നമ്മുടെ സീക്വൻസ് എന്തെന്നാ പറഞ്ഞേ? എന്താണ്? ഏതെങ്കിലും ഒരു നിയമം പാലിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന ഓർഡറിൽ പോകുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ? സീക്വൻസ് എന്ന് പറഞ്ഞു. ഇത് സീക്വൻസ് എന്താണ്? ഏതെങ്കിലും ഒരു നിയമം പാലിച്ചെന്നാണ് പറഞ്ഞത്. എന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമം അല്ല, എന്താണ്, ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോകുന്നു എന്ന നിയമം പാലിച്ചിരിക്കണം. എന്താ പറഞ്ഞത്? ഒരു പർട്ടിക്കുലർ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് റിപ്പീറ്റായിട്ട് ആഡ് ചെയ്ത് പോകണം എന്ന നിയമം പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവൂ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നിയമവും പാലിച്ച് മുമ്പോട്ട് പോവാം. ഓക്കെ, എന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? ഒരു നമ്പർ അത് റിപ്പീറ്റായിട്ട് ആ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകണം. അങ്ങനെയുള്ള സീക്വൻസിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായോ? ഇവിടെ നോക്ക്, നമ്മളിതാ 2, 4, 6 എക്സെട്ര, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നിങ്ങൾ നോക്കി പറ. ഓക്കെ, സീക്വൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് പാലിക്കുന്നുണ്ട്. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ അറിയും നമ്മൾ? നോക്ക്, 2ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 4 വരുന്നേ? 2 കൂട്ടുമ്പോൾ. 4ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 6 വരുന്നേ? 2 കൂട്ടുമ്പോൾ. ഇനി പോകുന്ന 8ഉം 10ഉം ഒക്കെ 2 കൂട്ടിയല്ലേ പോകുന്നത്? ആണ്. അപ്പോൾ 2 ആഡ് ചെയ്യുക എന്ന നിയമം ഇത് പാലിച്ചില്ലേ? പാലിച്ചു. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്ക്. 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 3 വരുന്നേ? 2 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 3ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 5 വന്നു? 2 ആഡ് ചെയ്യുമ്പോൾ. അങ്ങനെ 2 ആഡ് ചെയ്യുന്നു എന്ന നിയമം ഇത് പാലിക്കുന്നില്ലേ? പാലിക്കുന്നുണ്ട്. അപ്പം ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ എന്താ അരിത്തമെറ്റിക് സീക്വൻസ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് 1 നമ്പർ again and again is called the arithmetic sequence. ഓക്കെ, എന്നാൽ ഇവിടെ നോക്ക്. സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് സക്സസീവ്ലി ആഡ് 2. എന്താ പറഞ്ഞേക്കുന്നത്? 2ൽ സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് സക്സസീവ്ലി അങ്ങോട്ട് ഏത് ആഡ് ചെയ്യണം? 2 തന്നെ ആഡ് ചെയ്യണം. അപ്പോഴെന്താ ഇവിടെ നോക്ക്, സീക്വൻസ് നോക്കി എഴുതിയേക്കുന്നത് 2-ലല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ആണ്. ഇനി എന്ത് ചെയ്യണം? അവർ എന്താ പറഞ്ഞേക്കുന്നത്? 2 കൊണ്ട് ആഡ് ചെയ്ത് പോയി നമ്മളെന്താണ് സീക്വൻസ് എഴുതണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്തൊരു വരും? 2, 4, 6, 8 എക്സെട്ര. മനസ്സിലായോ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ആണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നോക്ക്, സ്റ്റാർട്ട് ഫ്രം 1 ആൻഡ് സക്സസീവ്ലി ആഡ് 2. എന്താ? 1ൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ആഡ് ചെയ്യേണ്ട നമ്പർ നമുക്ക് തീരുമാനിക്കാം. ആ നമ്പർ റിപ്പീറ്റായിട്ട് അതേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ നോക്ക്, ഇപ്പം 1ൽ സ്റ്റാർട്ട് ചെയ്തു, എന്താണ്, 2 കൊണ്ട് ആഡ് ചെയ്ത് പോയി. ഓക്കെ, 1, 3, 5, 7 എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നോക്കുക, സ്റ്റാർട്ട് ഫ്രം 1/2 ആൻഡ് സക്സസീവ്ലി ആഡ് 1/2. ഓക്കെ, അപ്പോൾ എന്താണ്, 1/2ൽ സ്റ്റാർട്ട് ചെയ്തു, എന്താണ്, 1/2 കൊണ്ട് ആഡ് ചെയ്ത് പോയി. ഇപ്പോൾ 1/2 പ്ലസ് 1/2 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 1 എന്ന് വരും. അരയും 1 അല്ലേ? ആണ്. അടുത്തത് 1 1/2, അടുത്ത് 2 1/2 എക്സെട്ര പോകും. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത സ്റ്റാർട്ട് ഫ്രം 360 ആൻഡ് സക്സസീവ്ലി ആഡ് 0. ഈ സക്സസീവ്ലി ആഡ് എന്നൊക്കെ ഇങ്ങനെ കിടന്നാൽ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, 360ൽ സ്റ്റാർട്ട് ചെയ്യണം,
പിന്നെ എന്ത് ആഡ് ചെയ്യണം? 0 ആഡ് ചെയ്ത് പോകണം. നോക്ക്, 360, അടുത്ത 360, അടുത്ത 360 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതൊരു സീക്വൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു. എങ്ങനെ പഠിച്ചു? ഔട്ടർ ആംഗിൾസിൻ്റെ സം, ഒരു പോളിഗൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ ഓർഡറിൽ എഴുതുവാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ 360 വരും, ക്വാഡ്രിലാറ്ററൽ 360 വരും, പെൻറ്റഗൺ 360 വരും. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതൊരു സീക്വൻസ് ആണെന്നാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ ഇതെന്താണ്? ഇത് ആൾസോ എ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസും ആണെന്ന് മനസ്സിലായി നമുക്ക്. ഓക്കെ, അടുത്ത നോക്ക്. സ്റ്റാർട്ട് ഫ്രം 95 ആൻഡ് സക്സസീവ്ലി ആഡ് -5. ഞാൻ എന്തോ പറഞ്ഞേ, ഒരു നമ്പർ ആഡ് ചെയ്തു പോകണം. അതൊരു പോസിറ്റീവ് നമ്പറാണെന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അതൊരു 0 ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, ഒരു നെഗറ്റീവ് നമ്പർ ആവാം, ഒരു ഫ്രാക്ഷൻ നമ്പർ ആവാം, ഏതാവാം. അപ്പോൾ നോക്ക്, -5 ആഡ് ചെയ്ത് പോകുന്നു എന്നാണ് പറഞ്ഞത്. നോക്ക്, സ്റ്റാർട്ട് 95ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്തത് 90, അടുത്ത 85 എക്സെട്ര. ഓക്കെ, 95ൻ്റെ കൂടെ പ്ലസ് -5 എന്ന് വരൂലേ? -5 ആഡ് ചെയ്യണം. അപ്പോൾ ഫലത്തിൽ എന്ത് വരും? 5 മൈനസ് ചെയ്യുന്നത് പോലെ വരും. നമ്മളല്ലാതെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം എന്താണ് ആഡ് ചെയ്ത് പോകണമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ മൈനസായി അല്ലേ പോകുന്നത്? അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് വിചാരിക്കും. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താ? -5 ആണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 5 വെച്ച് കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. 2, 4, 6, 8, 10, 12 എന്ന് പറഞ്ഞ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് 2 കൊണ്ട് റിപ്പീറ്റായിട്ട് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. ഇതിങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാവാത്ത സീക്വൻസ് ഇല്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കും? അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനീ പറയാൻ പോകുന്നത്. നോക്കണേ, ഈ 2, 4, 6, 8, 10 അങ്ങനെ പോകുന്ന സീക്വൻസിൽ 2 നമുക്ക് എന്താണെന്ന് കിട്ടി? റിപ്പീറ്റായിട്ട് ആഡ് ചെയ്യുന്ന നമ്പറാണ് നമുക്ക് കിട്ടി. ഞാൻ ഇവിടെ നോക്കാം, ആ 2 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, 4ന്ന് 2 മൈനസ് ചെയ്താൽ എന്ത് വരും? 4ന്ന് 2 മൈനസ് ചെയ്താൽ എന്ത് വരും? 2 വരൂലേ? 6ന്ന് 4 മൈനസ് ചെയ്താൽ എന്ത് വരും? 2 വരൂലേ? 8ന്ന് 6 മൈനസ് ചെയ്താൽ 2 വരൂലേ? 10ന്ന് 8 മൈനസ് ചെയ്താൽ 2 വരൂലേ? ഓക്കെ, അപ്പോൾ റിപ്പീറ്റായിട്ട് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്താണ് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? ആണ്. അപ്പോഴേ നമ്മൾ ഇതെന്താണ്? എല്ലാത്തിലും കോമൺ ആയിട്ട് വന്ന ഡിഫറൻസ് അല്ലേ? അപ്പം ആ ഡിഫറൻസ് ഏതാണോ അതിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താ പറയും? കോമൺ ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ സ്മാൾ ഡി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കിയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും അല്ലേ? അപ്പം ഈ 6 - 2 എന്തെന്ന് വരും? 4 എന്ന് വരൂലേ? അടുത്ത 10 - 6 എന്തെന്ന് വരും? 4 എന്ന് വരൂലേ? 14 - 10 എന്ത് വരും? 4 എന്ന് വന്നില്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞ എന്തരാണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എന്താ ഇവിടെ നോക്കേ, ഞാൻ ഈ ഒരു സീക്വൻസ് നോക്കാം. 2, 4, 6, 8 എക്സെട്ര അല്ലേ? ഇവിടെ നമ്മൾ ഈ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്.
ഓക്കെ, ഞാൻ ടേമുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നിനെയും നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എക്സെട്ര ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഈ 4 സെക്കൻഡ് ടേം അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ഫോർത്ത് ടേമിനെ തേർഡ് ടേം കൊണ്ട് ഡിഫറൻസ് എടുത്താലും കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് മൈനസ് ചെയ്താലും കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ടേംസിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് പറയാറുണ്ട്. എക്സ് വെച്ച് പറയാറുണ്ട്, എ വെച്ച് പറയാറുണ്ട്. ഇപ്പം ഞാനിവിടെ എ വെച്ചാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതവിടെ നോക്ക്, ഇതിനെ നമ്മൾ ഫസ്റ്റ് ടേം അല്ലേ, ഇതിനെ A1 എന്ന് പറഞ്ഞു. സെക്കൻഡ് ടേം ആയതുകൊണ്ട് ഇതിനെ A2 എന്ന് പറഞ്ഞു. തേർഡ് ടേം ആയതുകൊണ്ട് ഇതിനെ A3 എന്ന് പറഞ്ഞു. ഫോർത്ത് ടേം ആയതുകൊണ്ട് ഇതിനെ A4 എന്ന് പറഞ്ഞു. ഫിഫ്ത്ത് ടേം ആയതുകൊണ്ട് ഇതിനെ A5 എന്ന് പറഞ്ഞു. അങ്ങനെ എക്സെട്ര. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ പോകും? A1, A2, A3, A4, A5 എക്സെട്ര. ഈ താഴെ കിടക്കുന്ന ഈ നമ്പർ എന്താണ്? അതിൻ്റെ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ A5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? 5ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. അപ്പോൾ A5 = എന്തെന്ന് എഴുതും? 10 എന്ന് എഴുതും. മനസ്സിലായോ? അടുത്ത A3 ആണെങ്കിലോ 3ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതെന്ന് നമ്മൾ നോക്കും. 6 അല്ലേ? A3 6. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കിയാലോ. പേജ് നമ്പർ 13 ഫസ്റ്റ് എക്സസൈസ് ആണ്. Check whether each of the sequences given below are arithmetic sequences. Give reason also. Find the common difference of the arithmetic sequence. എന്താണ്? താഴെ തന്നിരിക്കുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ആണെങ്കിൽ അതിന് റീസൺ എഴുതുക. എന്താണ്? അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുകയും വേണം. അതിൻ്റെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചില്ലേ? 4ൻ്റെ ടേബിൾ എഴുതും അല്ലേ? 4, 8, 12, 16 എക്സെട്ര. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? റിമൈൻഡർ 1 വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 0 ഫസ്റ്റ് എഴുതിയല്ലേ നമ്മൾ ചെയ്യുന്നത്? 0, 4, 8, 12, 16 എക്സെട്ര. അപ്പോൾ 1 റിമൈൻഡർ വരണമെന്നും കൂടെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ എല്ലാം 1 ആഡ് ചെയ്യും. 0 + 1 1, 4 + 1 5, 8 + 1 9, 12 + 1 13, 16 + 1 17 എക്സെട്ര. ഇതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന സീക്വൻസ്. അപ്പോൾ ഈ 1, 5, 9, 13, 17 എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞേ? എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്ത് നോക്കുന്നത്? കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കോമൺ ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 2-3 സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? 5 - 1 എത്ര വരും? അപ്പം സീക്വൻസ് നമ്മൾ ഒന്നും കൂടെ ഇങ്ങോട്ട് എഴുതുവാണ്. 1, 5, 9, 13, 17 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ 5 - 1 എന്ത് വരും? 4 വന്നു. 9 - 5 എന്ത് വന്നു? വീണ്ടും 4 വന്നു. 13 - 9 എന്ത് വന്നു? 4 വന്നു. ഓക്കെ, ഇതെല്ലാം കോമൺ ഡിഫറൻസ്, എല്ലാം ഡിഫറൻസ് 4 അല്ലേ വന്നത്? അപ്പോൾ കോമൺ ആയിട്ടൊരു ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ലേ? അതുകൊണ്ട് ഇതിനെന്താണ്?
കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ആണ്. അതിന് കാരണം എന്താ? ദിസ് സീക്വൻസ് ഹാവ് കോമൺ ഡിഫറൻസ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി നമ്മളിവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4. അപ്പം അതിൻ്റെ കോമൺ ഡിഫറൻസ് 4. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. എന്താ പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അല്ലെങ്കിൽ 2 വരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്ക്, നമ്മൾ 4 കൊണ്ട് ഡിവിഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് എഴുതും? 4ൻ്റെ ടേബിൾ അങ്ങോട്ട് എഴുതും. 0, 4, 8, 12, 16 എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇനി എന്തോ പറഞ്ഞേക്കുന്നത്? റിമൈൻഡർ 1 അല്ലെങ്കിൽ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 2 വരുന്നതും അങ്ങോട്ട് എഴുതി വയ്ക്കും. അപ്പം ഈ റിമൈൻഡർ 1 ആണെങ്കിൽ ഈ 0 എന്തായി മാറും? 0 + 1 ആവൂലേ? അപ്പോൾ 1 ആവൂലേ? അടുത്ത റിമൈൻഡർ 2 ആണെങ്കിലോ 0 + 2 എന്ന് വരൂലേ? അപ്പോൾ 2 വരൂലേ? മനസ്സിലായോ? അതവിടെ കഴിഞ്ഞു. അടുത്ത 4ന് റിമൈൻഡർ 1 ആണെങ്കിൽ 5 വരൂലേ? 2 ആണെങ്കിൽ 6 വരൂലേ? അടുത്ത 8ന് റിമൈൻഡർ 1 ആണെങ്കിൽ 9 വരൂലേ? 2 ആണെങ്കിൽ 10 വരൂലേ? അടുത്ത 12ന് റിമൈൻഡർ 1 ആണെങ്കിൽ 13 വരും. 2 ആണെങ്കിൽ 14 വരും. അങ്ങനെ എക്സെട്ര പോകൂലേ? ഇതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന സീക്വൻസ്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? ഇതൊരു എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. ഇത് സീക്വൻസ് ആണെന്ന് നമുക്ക് കിട്ടിയപ്പോൾ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ? നോക്ക്, 1 - 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 - 2 അല്ല, 2ൽ നിന്ന് 1 മൈനസ് ചെയ്യണം അല്ലേ? 2 - 1 എന്ത് വരും? 1 എന്ന് വരൂലേ? 5 - 2 എന്ത് വരും? 3 എന്ന് വന്നില്ലേ? 6 - 5 എന്ത് വന്നു? 1 എന്ന് വന്നില്ലേ? 9 - 6 എന്തെന്ന് വന്നു? 3 എന്ന് വന്നു. 10 - 9 എന്തെന്ന് വന്നു? 1 എന്ന് വന്നു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞതിൻ്റെ നിയമം ഇത് പാലിച്ചോ? ഒരു നമ്പർ റിപ്പീറ്റായിട്ട് ആഡ് ചെയ്ത് പോവുകയാണോ ചെയ്യുന്നത്? 1 3 1 3 1 3 എന്ന് പറഞ്ഞു ഡിഫറൻസ് മാറി കളിക്കുന്നില്ലേ? ഡിഫറൻസ് മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇല്ല, ഡി ഇല്ല. എന്താണ്? ഡി ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസേ അല്ല. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. മനസ്സിലായോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 എക്സെട്രയാണ് നാച്ചുറൽ നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്ക്വയറുകൾ എന്താണ്? 1 2 3 എക്സെട്ര അല്ലേ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ 1 എന്ന് വരൂലേ? അടുത്ത 2ൻ്റെ സ്ക്വയർ എന്ന് വരും 4 എന്ന് വരും. 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16 എക്സെട്ര. ഓക്കെ, ഇതല്ലേ സീക്വൻസ്? ആണ്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? അപ്പോൾ 4ൽ നിന്ന് 1 മൈനസ് ചെയ്യും അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും. 4 - 1 എന്ത് വന്നു? 3 എന്ന് വന്നു. അടുത്ത 9 - 4 എന്ത് വന്നു? 5 എന്ന് വന്നു. 16 - 9 എന്ത് വന്നു? 7 എന്ന് വന്നു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കാരണം എന്താ? കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഡി ഇല്ല. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസേ അല്ല. മനസ്സിലായോ? അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്തിനാണോ? നമ്മൾ 1/, എന്നെഴുതുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ 1/1 എന്ത് വരും? 1 എന്ന് വരൂലേ? അടുത്തത് എന്ത് വരും? 1/2 എന്ന് വരൂലേ? അടുത്ത എന്ത് വരും? 1/3 എന്ന് വരൂലേ?
അടുത്ത 1/4 എക്സെട്ര. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടേംസിൻ്റെ ഡിഫറൻസ് തന്നെ നമ്മൾ ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നേ? നമ്മൾ ഏതെങ്കിലും 2-3 ടേംസിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഈ 1നെ 1/1 നമ്മൾ എഴുതി കൂടെ. എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്? ഇങ്ങനെയാ 1 × 1 1 മൈനസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2. ഓക്കെ, അപ്പോൾ 1 - 2 എന്താ? 1ൽ നിന്ന് 2 മൈനസ് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് 2ൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ, അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പം 2 - 1 എന്താ? 1 ആണ്. വലുതിൻ്റെ സൈൻ മൈനസ് ആണ്ട് മൈനസ് കൊടുത്തു. -1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. തേർഡ് ടേം ഏതാ? 1/3 ആണ്. അടുത്ത ടേം നോക്ക്. തേർഡ് ടേം 1/3 ആണ്. സെക്കൻഡ് ടേം എന്ത് വരും? 1/2 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പം 2 × 1 എന്താണ്? 2 ആണ്. മൈനസ് നടുക്ക് മൈനസ് ആയതുകൊണ്ട് ഈ മൈനസ് കൊടുത്തത്. അടുത്ത 3 × 1 എന്ത് വരും? 3 വരും. ഡിവൈഡഡ് ബൈ 3 × 2 6 ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 - 3 എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഇപ്പം 3 - 2 എന്താണ്? 1 ആണ്. വലുതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് -1/6. ഇനി ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ തന്നെ കിട്ടിയ എന്താണ്? കോമൺ ഡിഫറൻസ് ഇല്ല എന്ന് മനസ്സിലായി. ഈ ഡിഫറൻസ് രണ്ടും ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5th ക്വസ്റ്റ്യൻ ആണേ. പവേഴ്സ് ഓഫ് 2, 2ൻ്റെ പവർ. ഓക്കെ, അപ്പോൾ 2⁻1 എന്ത് വരും? 2 എന്ന് വന്നു. 2⁻2 എന്ത് വന്നു? 4 എന്ന് വന്നു. 2⁻3 8, 2⁻4 16, 32 എക്സെട്ര ഇങ്ങനെ പോകും. ഇതാണ് 2ൻ്റെ പവേഴ്സിൻ്റെ സീക്വൻസ്. ഓക്കെ, ഇത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, 4 - 2 എന്ത് വരും? 2 വന്നു. 8 - 4 എന്ത് വന്നു? 4 വന്നു. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണോ? അല്ല. രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻസ് ആണ് വന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്താണ്? അതല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, അടുത്ത 6th ക്വസ്റ്റ്യൻ നോക്കി. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പറിൻ്റെ ഹാഫ്, പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 5 7 എക്സെട്രയാണ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2 3/2 5/2 7/2 എക്സെട്ര. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. നമ്മൾ ഇതിനെയാണ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, നമ്മളെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിന് 2-3 ഡിഫറൻസ് നമ്മൾ ചെയ്ത് നോക്കണ്ടേ? ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പം 3/2 - 1/2. ഓക്കെ, ഇതെവിടെ നോക്കാം. ഇതൊരു ലൈക്ക് ഫ്രാക്ഷൻ അല്ലേ? ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലൈക്ക് ഫ്രാക്ഷൻ ചെയ്യാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്യും? 3 - 1 എന്ത് വരും? 2 എന്ന് വന്നു. കോമൺ ആയിട്ടുള്ള ആ ഒരു ഡിനോമിനേറ്ററിൽ ഏതാണോ കിടക്കുന്നത് അത് അതേപോലെ എഴുതണം. അപ്പോൾ 2/2 എന്തെന്ന് വന്നു? 1 എന്ന് വന്നില്ലേ? അടുത്ത വേറൊരു ഡിഫറൻസ് നോക്ക്. 5/2 - 3/2. നമ്മളെന്ത് ചെയ്യും? 5 - 3 എന്താ? 2 ആണ്.
കോമൺ ആയിട്ടുള്ള 2 എടുത്ത് നമ്മൾ താഴെ എഴുതും അല്ലേ, ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പോൾ 2 തവണയും ശരിയായി വന്നു. പക്ഷെ നമ്മൾ ഒരു തവണയും കൂടെ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത് നോക്കേ. 7/2 മൈനസ് 5/2 ഇസ് ഈക്വൽ ടു 7 - 5 എന്ത് വന്നു? 2 വന്നു. കോമൺ ആയിട്ടുള്ള 2 രണ്ടിലും 2 ആയതുകൊണ്ട് 2 എഴുതി. 2/2 1. അപ്പോൾ 3 തവണയും ശരിയായി കഴിഞ്ഞാൽ എന്താവും? അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവും അല്ലേ? അപ്പോഴേ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. ഇതിലിനി 2 എക്സസൈസും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോഴേ വീഡിയോ കുറച്ച് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.